നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ ഇനി വിയറ്റ്നാമിന് സ്വന്തമാകാൻ പോകുന്നു. വിയറ്റ്നാം ഈ മിസൈലുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചകളിൽ ബ്രഹ്മോസിന്റെ വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട്, പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും വിയറ്റ്നാമും ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മോസും അതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത്. വിയറ്റ്നാമുമായി ഒരു വലിയ പ്രതിരോധ സഹകരണം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉന്നതതല ചർച്ചയും യോഗവുമാണ് ദില്ലിയിൽ വിയറ്റ്നാം പ്രസിഡന്റും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ നടന്നത്. ഇങ്ങനെ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ വിയറ്റ്നാം തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ ചർച്ചകൾ ഇപ്പോൾ ദില്ലിയിൽ നടന്നു വരികയുമാണ്. നേരത്തെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിന് നൽകിയിരുന്നു. മാത്രമല്ല, ഇന്തോനേഷ്യയുമായി ബ്രഹ്മോസ് മിസൈൽ കൊടുക്കുന്നത് സംബന്ധിച്ച അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ വിൽക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കഴിഞ്ഞ മാർച്ചിൽ ഒപ്പിടുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചുള്ള ഖ്യാതി ലോകമെമ്പാടും പരന്നത്. അതായത് ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ലക്ഷ്യകേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാൻ ബ്രഹ്മോസിന് സാധിച്ചിരുന്നു. ബ്രഹ്മോസ് ഈ രീതിയിൽ കൃത്യതയോടുകൂടിയുള്ള ആക്രമണം നടത്തുന്നത് ലോകം കണ്ടതാണ്. പാകിസ്ഥാന്റെ 13 പ്രധാനപ്പെട്ട എയർബേസുകളിൽ 11 എണ്ണത്തിലും ഇന്ത്യ ആക്രമണം നടത്തി. ഇതൊന്നുപോലും തടയാൻ പാകിസ്ഥാന് സാധിച്ചില്ല. പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലുകളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്ത്രപ്രധാനമായ ആക്രമണം നടത്തുന്നതിൽ ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഈ ബ്രഹ്മോസ് എന്ന ആയുധം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. ആ ബ്രഹ്മോസ് മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ വിയറ്റ്നാമിന് നൽകാൻ പോകുന്നത്. നേരത്തെ ഫിലിപ്പീൻസിനും ഇന്തോനേഷ്യയ്ക്കും നൽകിയതിനു ശേഷം വിയറ്റ്നാമാണ് ഇനി ഈ ബ്രഹ്മോസ് മിസൈൽ സ്വന്തമാക്കാൻ പോകുന്നത്. വിയറ്റ്നാമുമായി വളരെ സമഗ്രമായ ഒരു പ്രതിരോധ കരാർ ഒപ്പിടാനാണ് രാജ്യം ശ്രമിക്കുന്നത്. $60 ബില്യൺ വ്യാപാരമായിരിക്കും പ്രതിരോധ രംഗത്ത് രണ്ട് രാജ്യങ്ങളും നടത്തുക. ബ്രഹ്മോസ് മിസൈൽ വിയറ്റ്നാമിന് നൽകുന്നതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ നിർണായകമായ ഒരു നാഴികക്കല്ല് പിന്നിടും എന്നുറപ്പാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും മറ്റും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു. ഇന്ത്യ പണ്ട് വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യക്ക് വേണ്ട ആയുധങ്ങൾ, മിസൈലുകളും, എന്തിനേറെ പറയുന്നു യുദ്ധവിമാനങ്ങൾ പോലും ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ബ്രഹ്മോസ് പോലെ ലോകത്ത് തന്നെ ഏറ്റവും മാരകശേഷിയുള്ള മിസൈലുകൾ ഇന്ത്യ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു. മാത്രമല്ല, റഫാലിനെ പോലെയുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസുമായി ചേർന്ന് നിർമ്മിക്കാൻ പോകുന്നു. ഇങ്ങനെ പ്രതിരോധ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യയുടെയും ആത്മനിർഭർ ഭാരതത്തിൻ്റെയും വലിയ വേലിയേറ്റമാണ് നടക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുന്നു. മാത്രമല്ല, അതിൽ ചിലത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 1-2 വർഷമായി പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ അത്ഭുതപൂർവമായ വളർച്ചയാണ് നേടുന്നത്. ഈ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഞ്ചിനായി മാറാൻ കഴിയുന്ന പ്രതിരോധ ഇടപാടാണ് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ഒപ്പുവെച്ചത്. ഈ രീതിയിലാണ് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുരോഗമിക്കുന്നതെങ്കിൽ ഭാവിയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ രംഗത്ത് വൻ വ്യാപാരത്തിന് സാധ്യതയുണ്ട്. അതിൻ്റെ ആദ്യ പടിയാണ് ബ്രഹ്മോസ് മിസൈലുകൾ വിയറ്റ്നാമിന് കൈമാറുന്നത് സംബന്ധിച്ച ചർച്ചകൾ. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ ബ്രഹ്മോസ് മിസൈലിൻ്റെ കൃത്യത ലോകം കണ്ടതാണ്. അതിനുശേഷമാണ് ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറിയത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യ ഘട്ടത്തിന് ശേഷം തൊടുത്തത്. എന്നാൽ ഒരു ഒറ്റ മിസൈലോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഇന്ത്യക്കുള്ളിൽ ഒരു നാശനഷ്ടവും വരുത്തിയില്ല. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രമാത്രം ശക്തമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കനത്ത വ്യോമ പ്രതിരോധം ഉയർത്തിയതിനു ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല.
പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് 9ഓളം ഭീകര കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ചു തകർത്തു. ഈ ആക്രമണത്തിനെ പ്രതിരോധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ മറുപടി നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇത് അവിടം കൊണ്ട് അവസാനിച്ചേനെ. പക്ഷേ തീവ്രവാദികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയോട് പകരം ചോദിക്കാനാണ് പാകിസ്ഥാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് തൊടുത്തിയത്. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ പ്രകോപിതരാവുകയും കനത്ത ആക്രമണം പിന്നീട് പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്തു. ആദ്യം റഡാറുകളും മറ്റും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് തകർത്തു. പിന്നാലെ ബ്രഹ്മോസുകളാണ് പാകിസ്ഥാന്റെ എയർ ബേസുകളിലേക്ക് പാഞ്ഞത്. പാക് ഭരണകൂടവും സൈനിക നേതൃത്വവുമെല്ലാം ഞെട്ടിവിറച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ സംഹാര താണ്ഡവം ആടുകയായിരുന്നു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരാന ഹിൽസിലടക്കം ഇന്ത്യ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളും വന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ വേണം എന്ന് കരഞ്ഞപേക്ഷിച്ചത്. പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനാണ് ഇന്ത്യയുടെ DGMOയെ വിളിച്ച് വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത്. അതായത് ഉപാധികളോടുകൂടിയാണ് നിർത്തിവെച്ചത്. ഇനി ഏതെങ്കിലും ഭീകരാക്രമണം പാകിസ്ഥാൻ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ നടത്തപ്പെട്ടാൽ അത് ഭീകരാക്രമണമായിട്ടല്ല, പാകിസ്ഥാന്റെ ആക്രമണമായിട്ടായിരിക്കും ഇന്ത്യ നടത്തുകയെന്നും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും ഇന്ത്യ അന്ന് അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ പാകിസ്ഥാനിൽ എത്രമാത്രം പ്രഹരമേൽപ്പിച്ചു എന്ന ചർച്ചകൾ ഉയരുന്നത്. ആ ചർച്ചകൾക്കിടയിലാണ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കിയാൽ കൊള്ളാം എന്നൊട്ടനവധി രാജ്യങ്ങൾ ചിന്തിച്ചു. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് വിയറ്റ്നാമും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും അതോടൊപ്പം ഫിലിപ്പീൻസും ഈ കരാറിൻ്റെ ഭാഗമാകുന്നത്. എന്തായാലും ഫിലിപ്പീൻസിനും ഇന്തോനേഷ്യയ്ക്കും ശേഷം ഈ മറ്റൊരു രാജ്യം കൂടി, അതായത് വിയറ്റ്നാം കൂടി ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ കൈക്കലാക്കാനായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോവുകയാണ്. അതിൻ്റെ പ്രാഥമികമായ ചർച്ചകളും നടക്കുകയാണ്.